കോഴിക്കോട് നെടുമണ്ണൂർ സ്കൂളിൽ ഗണപതി ഹോമം സംഘടിപ്പിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവ്. സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകി. കോഴിക്കോട് കായക്കൊടി പഞ്ചായത്തിലെ നെടുമണ്ണൂർ സ്കൂളിലാണ് ചൊവ്വാഴ്ച രാത്രി ഗണപതി ഹോമം സംഘടിപ്പിച്ചത്. പൂജയ്ക്ക് നേതൃത്വം നൽകിയത് സ്കൂൾ മാനേജറുടെ മകൻ സുധീഷാണ്. പ്രദേശത്തെ CPIM പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ ഹോമം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. പിന്നാലെയാണ് പോലീസ് എത്തി സ്കൂൾ മാനേജരെ കസ്റ്റഡിയിലെടുത്തത്. മാനേജറുടെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുകയും ചെയ്തു. സ്കൂളിന്റെ പുതിയ കെട്ടിടം പണി പൂർത്തിയായ സാഹചര്യത്തിലാണ് മാനേജ്മെന്റ് പൂജ സംഘടിപ്പിച്ചത്. 2 വ്യത്യസ്ത സ്ഥലങ്ങളിലായി വ്യത്യസ്ത പൂജകളാണ് നടത്തിയത്. ഒരു പൂജ പ്രധാന അധ്യാപകന്റെ ഓഫീസ് മുറിയിൽ തന്നെയാണെന്നാണ് വിവരം. സംഭവത്തെക്കുറിച്ച് താൻ ഒന്നും അറിഞ്ഞിട്ടില്ലെന്നാണ് സ്കൂൾ ഹെഡ് മാസ്റ്റർ സജിത മാധ്യമങ്ങളോട് പറഞ്ഞത്. AEO വിളിക്കുമ്പോഴാണ് താൻ സംഭവം അറിയുന്നതെന്നും വൈകുന്നേരം സ്കൂൾ വിട്ട് ഇറങ്ങുന്നത് വരെ സംഭവങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്നും അവർ വിശദീകരിക്കുന്നു. BJP പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു പൂജ നടത്തിയത് എന്ന് CPIM ആരോപിച്ചിരുന്നു. ഇത് നിഷേധിച്ചുകൊണ്ട് BJP നേതാവ് MT രമേശ് രംഗത്തെത്തി. ഗണപതി ഹോമം സംഘടിപ്പിച്ചത് BJP അല്ല, കോൺഗ്രസ് അനുഭവമുള്ള മാനേജ്മെന്റ് ആണ് സ്കൂളിന്റേത്. പുതിയ കെട്ടിടത്തിന്റെ ഭൂമി പൂജയാണ് നടന്നത്. മാനേജ്മെന്റ് സ്വന്തമായി നിർമ്മിക്കുന്ന കെട്ടിടമാണ്. അവിടെ പൂജ നടത്തുന്നതിൽ തെറ്റില്ല. CPM ബോധപൂർവം അസ്വസ്ഥത സൃഷ്ടിക്കുകയാണെന്നും മറ്റു മതങ്ങളുടെ ചടങ്ങുകൾ CPIM അലങ്കോലപ്പെടുത്തുമോ എന്നും MT രമേശ് ചോദിച്ചു.